സാർ, നമ്മുടെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പല തീരുമാനങ്ങളും വിവാദത്തിലാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് മൈക്രോസോഫ്റ്റിനും ഗൂഗിളിനൊക്കെ ടെക്കികളെ എടുക്കരുത്, അമേരിക്കയിലുള്ള ആളുകളെ തന്നെ എടുക്കണം എന്നങ്ങനെ പല തീരുമാനങ്ങളും. ഇത് ഒരു പക്ഷേ മനഃപൂർവ്വം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അതോ ആരെങ്കിലും ഉപദേശത്തിൻ്റെ പേരിൽ അമേരിക്ക ഫസ്റ്റ് എന്നത് ഒരു നടപ്പിലാക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനം? എന്തായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ? അല്ല, ട്രംപ് എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ആദ്യം മുതൽ അതിലൊരു കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്നു. കാരണം അതിന് ഒരാളുടെ തീരുമാനമല്ല, ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് ടെസ്ലയുടെ ചീഫ് എലൻ മസ്കിനെ വെച്ചു. അയാളുടെ അഡ്വൈസസ് ആയിരിക്കും ചിലപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പം അത് ശരിയല്ല എന്ന് എപ്പോഴും അഡ്വൈസേഴ്സും അതിനെതിരെ കേസുകളും അതിനുള്ള അഡ്വൈസേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായി. ഇതെനിക്ക് തോന്നുന്നു വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കുന്ന ചില നിയമങ്ങളാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 28 ജൂലൈ 2025 അമേരിക്കയിൽ 50 സ്റ്റേറ്റിൽ 28ഓളം സ്റ്റേറ്റുകൾ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു റൈറ്റ് 14th അമെൻഡ്മെൻ്റ് കണ്ടാണ് ജന്മം കൊണ്ട് അവിടുത്തെ സിറ്റിസണായി മാറും എന്നുള്ള ഒരു നിയമം. ഈ അമേരിക്കയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഓരോ സ്റ്റേറ്റുകളും അംഗീകരിച്ചാൽ മാത്രമേ അവിടുത്തെ നിയമമായിട്ട് മാറുള്ളൂ. അപ്പോൾ അതിൽ ഇന്ന് 28 സ്റ്റേറ്റുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ളത് അല്ലാണ്ടിരിക്കും എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്നുള്ള തീരുമാനം, ആ സ്റ്റേറ്റുകളിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എലൻ മസ്ക് തന്നെ തീരുമാനിച്ചിട്ടുള്ള പുതിയ പാർട്ടിയുടെ പേരിൽ അമേരിക്ക എന്നുള്ള വാക്ക് വന്നു. അങ്ങനെ വരരുത് എന്ന് തീരുമാനിച്ചിട്ടുള്ള ചില സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ USA കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റേറ്റ് പോലും അവർക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പവർഫുൾ ആണെങ്കിലും ഓരോ സ്റ്റേറ്റുകൾക്കും അതിൻ്റേതായ ഒരു അതോറിറ്റിയും കൂടിയുണ്ട്. ഈ അതോറിറ്റി ഉള്ളത് കൊണ്ട് ഇപ്പം എന്ത് റൂൾ ഉണ്ടായാലും ഈ വിസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് USA ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ ഇൻറ്റേർണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ടക്കി കൊടുക്കില്ല എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ എല്ലാ കമ്പനികളിലും ഓരോ ഗൾഫ് രാജ്യങ്ങളിലും നിയമം വന്നിട്ട് കുറേ ആൾക്കാരുടെ ജോലി പോയിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽസിന് ജോലി കിട്ടിയേ പറ്റുള്ളൂ. അത് വലിയ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ സിറ്റിസൺഷിപ്പിൽ പലപ്പോഴും ഈ ട്രാവലിൽ വന്നിട്ട് തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പ്രസവിച്ചത് കൊണ്ട് മാത്രം സിറ്റിസൺഷിപ്പ് കിട്ടുന്ന, വളരെ ഫേക്കായിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന ആൾക്കാർ പോലും ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, ഇപ്പോൾ പ്രൊട്ടക്ഷൻ വാളുകൾ അല്ലെങ്കിൽ ബോർഡർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ നല്ലതാണ്. പക്ഷേ അത് ഏത് തരത്തിൽ എപ്പോൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തണോ, ഓൾ ഓൺ എ സഡൻ നടത്തണോ എന്നുള്ള തീരുമാനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, ഇപ്പം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുക ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വേലിയിറക്കവും വേലിയേറ്റവും പോലെയാണ്. അപ്പോൾ ബൈഡന് ശേഷം വന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ നമ്മളുള്ളതായിട്ട് കാണും. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒബാമയായാലും ചേഞ്ച് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് ഒബാമ വന്നു. അതിനു മുമ്പ് ക്ലിൻ്റൺ ഡിഫറൻ്റ് ആയിരുന്നു. അതിനു മുമ്പ് മിക്കവാറും വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരും അവരുടേതായ ചില വിക്രിയകളും അവരുടേതായ ചില കടുംപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാവുകയും നമ്മൾ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും, പണ്ടൊന്നും അമേരിക്കയിൽ ആൾക്കാർ പോയാലും 20 വർഷം മുമ്പ് ആരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നു, എന്താ നടക്കുന്നു അറിയുന്നു. ജനങ്ങൾ വളരെ ബോധേഡാണ്. കാരണം കുറേ ടെക്കുകൾ അമേരിക്ക എന്താണ് ആവശ്യപ്പെടുന്നതെന്നനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസം നടത്തുകയും അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുകയും അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും അവിടെ എങ്ങനെയെങ്കിലും കുടിയേറി പാർത്താൽ മതി, അവിടെ ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള അത്രയും ക്രേസി ആയിട്ടുള്ളൊരു ലോകത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കിക്കാണുന്നത് കൊണ്ട് ചിലപ്പം ഇത് വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ട് നമ്മൾ കാണും. കാരണം ഈ പ്രധാന കമ്പനികൾ, ഇപ്പോൾ ഇത്തരം കമ്പനികൾ മാത്രമല്ല, ഇന്ത്യൻ ഓൺഡ് കമ്പനീസ്, ഇപ്പോൾ ഇൻഫോസിസ് ആയാലും ടാറ്റ ആയാലും ബിർള സോഫ്റ്റ് ആയാലും, ഇവരൊക്കെ അവിടുത്തെ കോൺട്രാക്റ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്ന 80% ഓഫ് ആക്ടിവിറ്റി അവിടെയാണ് അമേരിക്കയിൽ. അപ്പോൾ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അമേരിക്കയ്ക്ക് ഇത് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്കക്ക് ഇന്ത്യയുടെ സപ്പോർട്ടില്ലാതെ, നമ്മളിപ്പോൾ ഇന്ത്യ തീരുമാനിക്കാമെന്നിരിക്കും ഇനി അമേരിക്കയിലേക്ക് ഒരാളെ അയക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കില്ല, അമേരിക്കയിൽ ഒന്നും നടക്കാത്ത അവസ്ഥ വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ അല്ല ഭയപ്പെടേണ്ടത്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഇന്ത്യയെ
ആ ഒരു ലെവലിലേക്ക് നോക്കിക്കാണുന്നതും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതും ഒക്കെ എന്നാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ ട്രംപിന്റെ മറ്റൊരു തീരുമാനമാണല്ലോ ഈ ടാക്സിന്റെ കാര്യത്തിൽ. വിവിധ രാഷ്ട്രങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഒരു ഏകോപനമില്ലാത്ത ഒരു ടാക്സ്, ഇതും തെറ്റായി പോയി എന്നുള്ളൊരു തീരുമാനം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അമേരിക്ക എപ്പോഴും ഒരു പോളറൈസേഷൻ അത്യാവശ്യമായിട്ട് വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ശണ്ഠ ഉണ്ടായാലേ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ആലോചിച്ച് നോക്കുക, യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ട്രംപ് അവസാനം എക്കണോമിക് വാർ തുടങ്ങുകയും ആ എക്കണോമിക് വാർ കൊണ്ട് ഏത് ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ ഒരു ദിവസം രാവിലെ 90 ദിവസം കൊണ്ട് നിങ്ങൾ വാർ നിർത്തണം എന്ന് പറയുന്നത് 9 ദിവസം കൊണ്ട് നിർത്തണം എന്നെന്തേ പറയാത്തത്? അപ്പോൾ അദ്ദേഹത്തിന് ഏബിൾ അല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നും അല്ലാത്ത നേഷനായിട്ട് പോലും സെലൻസ്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ റെക്കോർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന പദവികളോ വലിയ ആശയങ്ങളോ ഒക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്തും ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ പറയുന്ന അയാൾക്ക് പീസിൻ്റെ നോബൽ സമ്മാനം കിട്ടണമെന്നാണ്. ഇത് വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് അല്ലാത്ത, നല്ല അടുത്ത കാലത്ത് ഡോക്ടർ ശശി തരൂറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ പ്രസിഡന്റുമാരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കേൾക്കുകയും കാണുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ഇത്രയും ഇമ്മച്യൂർഡായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ട്രംപ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയണം. അദ്ദേഹം നോട്ട് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് എ അമേരിക്കൻ പ്രസിഡന്റ് സോഫാർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായിരിക്കും ഇന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ്. അത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നില തന്നെ താഴത്തോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ. ഇപ്പോൾ ചില രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ പോലും ഒരുപക്ഷെ പുനഃപരിശോധിക്കേണ്ടി വരും എന്നുള്ളതല്ലേ അതിൻ്റെ പിന്നിലുള്ള കാര്യം? അല്ല, ഇതൊക്കെ വളരെ ടെമ്പററി ആവും ചിലപ്പം. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ജീവിക്കുന്നതിന് പലപ്പോഴും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ്. അവർക്ക് അതിനുള്ള മാൻ പവറോ അല്ലെങ്കിൽ അതിന് കൊടുക്കാവുന്ന പിന്നെ ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല അവിടെയുള്ളത്. അവരെന്തായാലും ഡിപ്പെൻഡ് ചെയ്യണം ബാക്കി പല ലോകങ്ങളെയും. എത്രത്തോളം സെൽഫ് റിലയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും മെക്സിക്കണിൽ നിന്നുള്ള വെജിറ്റബിൾസ് പോലും നിന്നാൽ അമേരിക്ക പട്ടിണിയാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടും. പ്രൈസ് കൂടുന്ന സമയത്ത് ജനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ട്രംപിനിപ്പോൾ അടുത്തൊരു ടേം ഇല്ലാത്തതുകൊണ്ട് എന്ത് വിക്രിയും കാണിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കുന്നത് ആ ഒരു പാർട്ടിക്ക് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് അധികകാലം അവരുടെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നതുകൊണ്ട് ഇത് ഒരു ചെറിയൊരു മാറ്റം അടുത്ത കാലത്തേക്ക് ഉണ്ടാവുമെന്നല്ലാതെ തുടർന്ന് ഇതേപോലെ ഒരു, പിന്നെ എല്ലാ ദിവസവും ഫ്രെയിമിൽ വരണം, എല്ലാ ദിവസവും ന്യൂസിൽ വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വികൃതി കാണിച്ചാലേ സാധിക്കുള്ളൂ എന്നുള്ളതിൻ്റെ ആരോ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കമല ഹാരിസ്, അവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതൊക്കെ നടപ്പിലാകുന്ന കാര്യമാണോ അത്? ഇത് സത്യം പറഞ്ഞാൽ പലരുടെയും ധാരണ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഫൈറ്റ് പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒരു ഫൈറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഇതും പൊളിറ്റിക്കലായിട്ടുള്ള പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് സെൻട്രൽ അല്ലെങ്കിൽ അത്തരം തോന്നലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പോളിസിയിലുണ്ടായിരുന്ന ഡിഫറൻസ് കൊണ്ടും ബൈഡൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന പോളിസിയിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളും അവർക്ക് ആ സമയത്ത് പിന്നെ ഇന്നത്തെ പ്രസിഡന്റിനും അന്നത്തെ പ്രസിഡന്റും തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷൻ അതും പൊളിറ്റിക്കലാവാം. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഫ്രിക്ഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണം കാണാൻ. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ പ്രസിഡന്റ് ആണെങ്കിലും അത് ചിലതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വൈസ് പ്രസിഡന്റും ചിലത് സെക്രട്ടറിയും വ്യത്യസ്തമായിട്ടുള്ള, കാരണം അവരെ ചൂസ് ചെയ്യുന്ന അവരുടേതായ സേഫായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇതിനൊക്കെ മുൻപോട്ടുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഫെസിലിറ്റിയിലൊക്കെ അവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ എലൻ മസ്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾക്കെതിരെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ആരറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യേണ്ട, ഏത് കാര്യങ്ങളും ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആവേണ്ട ഒരു ലോകമാണ് അമേരിക്ക. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളും വേണമെങ്കിൽ ഒരാൾക്ക് മറ്റേയാളെ അകത്തടക്കാനും ജയിലിലിടാനും ഒന്നും വലിയ പ്രശ്നമുള്ള സ്ഥലമല്ല. പക്ഷേ ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് പ്രസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് പലരും പ്രശ്നമുണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി ഒരു കോളിളക്കം ഉണ്ടാക്കിയിട്ട് എന്താണ് റെസ്പോൺസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കുന്നതായിരിക്കും ചിലപ്പം ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു നീക്കമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.